പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് നൈസി. ഞാൻ പാലക്കയത്ത് നിന്ന് വരുന്നു. ഞാൻ ജൂൺ 2023 19-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ നാത്തൂൻ്റെ കൂടെ വെറുതെ വന്നതാണ് കൃപാസനത്തിലോട്ട്. അന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. തിരിച്ചു പോയതിന് ശേഷം നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം അങ്ങനെയൊന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, കൊച്ചിൻ്റെ കാലിൽ ഒരു മുട്ടിൻ്റെ അവിടെ ഒരു മുഴ പോലെയും പിന്നെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു അസ്വാഭാവികത കണ്ടു. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം ഞങ്ങൾ അറിയുന്ന ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞത് നോക്കാം, നമുക്ക് ഒന്നെങ്കിൽ പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കാം, ചില പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം കൊച്ച് പഴയതുപോലെ തന്നെ വേച്ച് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ 1.5 വയസ്സ് ആയപ്പോഴാണ് ഇത് നടക്കുന്നത്. അതിന് മുന്നേ നന്നായി നടന്നിരുന്നായിരുന്നു കൊച്ച്. പിന്നെ ഡോക്ടർ പറഞ്ഞു ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം സർജറിയൊക്കെ വേണ്ടി വരും. അപ്പം ഞങ്ങൾ ഒരു പീഡിയാട്രിക് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ ഡോക്ടർ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഡോക്ടർ ഒരു പീഡിയാട്രിക് സർജനെ റെഫർ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേറെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. വീട്ടിൽ ചെന്ന് ചേട്ടായുടെ അമ്മയോട് പറഞ്ഞു. അമ്മ മുന്നു മുതലേ ഉടമ്പടിയൊക്കെ എടുത്ത ആളാണ്. അപ്പം അമ്മയാണ് പിന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ട് അന്ന് മുതൽ കൊച്ചിൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. 2-3-4 ദിവസം കഴിഞ്ഞപ്പം കൊച്ച് പഴയതുപോലെ തന്നെയായി. ആ നീര് കുറഞ്ഞു. അതിന് മുന്നേ ഞങ്ങൾ അളവൊക്കെ നോക്കിയായിരുന്നു കൊച്ചിൻ്റെ കാലിൽ. ഒരു കാലിന് മാത്രം നീട്ടക്കുറച്ചിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയായി. കൊച്ച് പഴയതുപോലെയായി. അപ്പോഴാണ് എനിക്ക് മാതാവിനോടൊരു വിശ്വാസം, ഇവിടെ എന്തോ ഒരു ആത്മീയ ചൈതന്യം എനിക്കപ്പോൾ കിട്ടിയത്. അതിന് ശേഷം ഞാനും അതേപോലെ തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും പ്രാർത്ഥിക്കാനും വിശുദ്ധ തൈലം ഉപയോഗിക്കാനും അതുപയോഗിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തുടങ്ങി. പിന്നെ അടുത്ത പുതുക്കലിന് ശേഷം ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു. പപ്പയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, ചേട്ടായുടെ പപ്പയ്ക്ക്. എപ്പോഴും ഡോക്ടറെ കാണിച്ചാലും പറഞ്ഞിരുന്നത് അത് ചിലപ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരിക്കും. എല്ലായിടത്തുനിന്നും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ തരിക, പക്ഷേ എന്തു കഴിച്ചിട്ടും ഒരു കുറവുണ്ടാവില്ല, നടക്കുമ്പോൾ തല ഇറങ്ങും, അങ്ങനെയൊക്കെ. പിന്നെ തീരെ വയ്യാണ്ടായപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പം ഞങ്ങൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഇത്രയും വയ്യായിക കൂടിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്ത് പറ്റി. പക്ഷെ ചെന്ന് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് മൈന്യൂട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. സ്ട്രോക്കിൻ്റെ ആ സ്കാൻ ചെയ്തപ്പോഴാണ് സ്ട്രോക്ക് ഇത് നോക്കാൻ വേണ്ടി സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അന്യൂറിസം എന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന്. ഒരു പക്ഷേ ആ സ്ട്രോക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ കാര്യം അറിയില്ലായിരുന്നു. കാരണം അന്യൂറിസത്തിന് യാതൊരു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, അത് പൊട്ടിക്കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ ആ പ്രശ്നം മാറിക്കിട്ടി. അതിനുള്ള ഒരുപാട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. പക്ഷേ ആ പൈസയൊക്കെ നമുക്ക് എവിടുന്നാണ് ക്രമീകരിച്ച് കിട്ടിയെന്ന് അറിയില്ല. എല്ലാ രീതിയിലും ഒരുപാട് സഹായവും അങ്ങനെ ഡോക്ടർമാരാണെങ്കിലും കുറേ കുറവുകളൊക്കെ വന്നു. പിന്നെ അതിന് മുന്നേ ഏറ്റവും വലിയ അനുഗ്രഹം, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണമെന്ന്. പക്ഷേ ഡേറ്റ് തന്നിരുന്നത് നേരത്തെ തന്നെ ഡേറ്റ് തന്നു, എമർജൻസി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പം പപ്പയ്ക്ക് വന്ന് ഇവിടുന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് രൂപമൊക്കെ മേടിച്ചിട്ട് പോകാൻ സാധിച്ചു. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, എല്ലാ ദിവസവും ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ 3 പേര് ഉടമ്പടി എടുത്തവരാണ്. ഞങ്ങളെന്നും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം പപ്പയുടെ തലയിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് 15 വർഷത്തോളമായിട്ട് നഷ്ടപ്പെട്ട ഒരു രേഖയുണ്ടായിരുന്നു. ഒരു പറമ്പിൻ്റെ ആധാരമായിരുന്നു. അത് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതായിരുന്നു. പക്ഷേ 15 വർഷത്തോളമായിട്ട് ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കിയപ്പോൾ ആ കാര്യം നിയോഗമായിട്ട് വെച്ചു. ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് 3-ാം ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആ രേഖ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ആ രേഖ. അത് ഞങ്ങൾക്ക് വീണ്ടും കിട്ടി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു മാറ്റം ഉണ്ടാകുക വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് സങ്കടം വരുമായിരുന്നു. അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടായി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിണങ്ങുക, അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളാണെങ്കിലും എന്നും പള്ളിയിൽ പോകുമൊന്നുമില്ല, ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളായിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടായി. കുമ്പസാരം അത് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുന്നവർക്കൊക്കെ കൊടുക്കും. പിന്നെ പള്ളിയിൽ വരുന്നവർക്ക് കൊടുക്കും. പിന്നെ കാണുന്നവർക്കൊക്കെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് കൊടുക്കാറുണ്ട്.
പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഞങ്ങളുടെ അടുത്തുള്ള 2 ഓർഫനേജിൽ പറ്റുന്ന ചെറിയ സഹായവും പിന്നെ അവിടുത്തെ അമ്മമാരെ കാണുകയും വർത്തമാനം പറയുകയും പിന്നെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് പൈസയായിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 1-2 പ്രാവശ്യം ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞാനല്ലാത്ത പോലെയായി. മാതാവിനും ദൈവത്തിരുകുമാരനും 1000 നന്ദി. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്രമീകരിച്ച് ഓപ്പറേഷൻ നടത്താനും അങ്ങനെ സൗഖ്യം കിട്ടി ഇപ്പം ഇങ്ങനെ ജീവിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നേ ഒന്ന് നിൽക്കാനും അനുഗ്രഹിച്ചതിന് ദൈവത്തിന് ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. യെശയ്യാ 41:13 നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നൈസി കാതറിൻ എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച ദൈവിക ഇടപെടലുകളെ, പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ തുടക്കത്തിൽ തന്നെ കൺഫെഷൻ പോലെ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുമ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. കൂടെ വന്ന് എടുത്തുകൊണ്ടുപോയി ഉടമ്പടിയുടെ പ്രാർത്ഥന ചൊല്ലുവാനോ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനോ പറഞ്ഞത് പ്രകാരം ജപിക്കുവാനോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സംശയം ഉണ്ടായിരുന്നു പോലും. ഉടമ്പടി എടുക്കണോ വേണ്ടേ, വല്ല ഫലവുമുണ്ടോ എന്ന സംശയത്തിലേക്കാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ മകൾ പറയുന്നു, മകൻ്റെ കാലിന് വന്നു തുടങ്ങിയ വളവ് വളരെ പെട്ടെന്ന് ഉടമ്പടിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സഹോദരിയെ സഹായിച്ചുവെന്ന്. മകൻ്റെ ഒരു കാല് വല്ലാതെ വളഞ്ഞു വരുന്നു, നന്നായി നടക്കുവാനാവാത്ത പ്രയാസം വരുന്നു, കുഞ്ഞിൻ്റെ ക്ലേശങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുന്നു. ഡോക്ടർമാർ പല കാര്യങ്ങൾ പറയുന്നു. ആ നാളുകളിലാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കാലിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് ആ നിയോഗത്തെ സമർപ്പിച്ചു കൊണ്ടിരുന്നത്. മറ്റൊരു ചികിത്സയുമില്ലാതെ ഉടമ്പടി തൈലത്തിൻ്റെ പൂശലിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രം കുഞ്ഞിൻ്റെ കാല് നിവർന്നതും കാലിനൊരു ആരോഗ്യ വിഷയമില്ലാതെ കുഞ്ഞിന് നടക്കുവാൻ, ഓടിച്ചാടി നടക്കുവാൻ സാധിച്ചതുമാണ് ഈ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് സ്നേഹമുണ്ടാകുവാൻ, വിശ്വാസമുണ്ടാകുവാൻ, ഇതിൽ ഉറച്ചു നിന്ന് ജീവിക്കുവാൻ കാരണമായതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് സൂചിപ്പിച്ചത് അപ്പച്ചനും എന്ന സ്ട്രോക്കാണ്. വളരെ അവിചാരിതമായുണ്ടായൊരു സ്ട്രോക്ക്. കുടുംബമാകെ ഒന്ന് ഉലഞ്ഞുപോയ അവസരം, പ്രത്യേകിച്ച് എന്തായി തീരുമെന്നറിയാതെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ. അപ്പോഴൊക്കെയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അത് എന്തെന്ന് ശരിയായ കാര്യങ്ങൾ കണ്ടെത്തുവാനും അത് ഓപ്പറേഷനിലൂടെ പൂർണ്ണമായി നീക്കിയെടുക്കുവാനും ശരീരത്തിന് തളർച്ചയൊന്നും ബാധിക്കാതെ ആരോഗ്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവിൽ ആശ്രയിച്ചുള്ള ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചു. അത് ഉടമ്പടി തൈലം പൂശിയുള്ള പ്രാർത്ഥനകൾ, കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലിയത് ആ തളർച്ചയുള്ള കാലത്ത് ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഒത്തിരി സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മൂന്നാമത് സൂചിപ്പിച്ചത് ആധാരം നഷ്ടപ്പെട്ട വിഷയമാണ്. ബാങ്കിൽ വെച്ചതാണ്, അവിടുന്ന് അത് കാണാതാവുന്നു. 15 വർഷത്തിലേറെയായ ഒരു കാര്യം പലതവണ അന്വേഷിച്ച് എന്നിട്ട് ലഭിക്കുന്നില്ല. അതും ഉടമ്പടി നിയോഗത്തിൽ എഴുതി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ബാങ്കുകാർ ഒരു തരത്തിലും അത് എവിടെയെങ്കിലും ഉണ്ടെന്നോ നോക്കട്ടെന്നോ ഒരു സൂചനയും പറയാതിരുന്ന നാളുകളിൽ അമ്മയുടെ കരങ്ങളിൽ നിയോഗം എഴുതി കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ആധാരം ഇവിടെ ഉണ്ടെന്നും വന്ന് കൈപ്പറ്റുകയെന്ന സന്ദേശം കൈമാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഏതൊരു അവസരത്തിലും അമ്മ മാതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു നിയോഗത്തെ കാനായിലെ വിവാഹ വിരുന്നിലെ അത്ഭുതം നടത്തിയ അതേ ചൈതന്യത്തോടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന ഏതൊരു വിഷയത്തെയും അതതിൻ്റെ ഗൗരവത്തിൽ തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും ജീവിതത്തിനും അനുഗ്രഹമാകും വിധം അത് മാറ്റിത്തരുന്നതാണ് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. വിശ്വാസമില്ലായ്മയിലും ഉടമ്പടി എടുത്തതുകൊണ്ട് അച്ഛൻ പറയും ടോക്കൺ അഡ്വാൻസ് ആണെന്ന്. ടോക്കൺ അഡ്വാൻസ് പോലെ ആദ്യത്തെ അനുഗ്രഹം കൊടുക്കുന്നു. വിശ്വാസമില്ലായ്മയിലാണ് ഉടമ്പടി ജീവിച്ചു തുടങ്ങിയതെങ്കിലും അമ്മ മാതാവ് ആ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ട് നിൽക്കുവാൻ,
നന്നായി ഉടമ്പടി ജീവിക്കുന്നതിന് വേണ്ടി മകൻ്റെ കാലിലുണ്ടായ വളവ് വേഗത്തിൽ നിവർത്തിക്കൊണ്ട് പൂർണ്ണമായ ആരോഗ്യം നൽകി സഹായിക്കുന്നു. നഷ്ടപ്പെട്ടുവെന്ന് കരുതി മറ്റെന്തെങ്കിലും വഴി തേടണമെന്ന് കരുതിയ ആധാരം 3 ദിവസം കൊണ്ട് കണ്ടെത്തുവാനായിട്ട് ഉടമ്പടിയിലൂടെ കുടുംബത്തിന് സാധിക്കുന്നുവെന്ന്. നമുക്കിത് മാനുഷികമായ വിചാരങ്ങളിൽ ഇതെങ്ങനെ എന്ന ചോദ്യമുണ്ടാകുമെങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവകരങ്ങളിൽ നിന്ന് ഏതൊരു അനുഭവവും ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് സാധ്യമാണെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ നന്ദിപൂർവം അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.